ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ മക്കളെ? നല്ല മഴയാണല്ലേ, ഡിസ്ചാർജ് ആയി പോന്നിട്ടുണ്ട് കേട്ടോ. വെറുതെ അവിടെ കിടത്തി ബില്ല് ഇങ്ങനെ അടക്കുക എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഒരു വെൻറ്റിലേറ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിനാരും സമ്മതിച്ചില്ല. പിന്നെ വയസ്സായതല്ലേ, നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. വാർഡിക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞു കണ്ട് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഒന്നും നടക്കണില്ല. പിന്നെന്താ, ഒരു ചെറിയൊരു മാറ്റം ഇങ്ങനെ കണ്ടപ്പോഴേ മുഖത്ത് നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊടുന്നു കേട്ടോ. ബില്ല് ഇങ്ങനെ 2000 3000 4000 ആയിക്കാണ്ട് ഏകദേശം 10-30,000 റുപ്യേൻ്റെ അടുത്തായപ്പോൾ മെല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെന്താ, അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കലക്കി പാർന്നപ്പോഴാണ് കേരളം കണി കണ്ടുണരുന്ന നന്മ പറഞ്ഞ പോലെ മലപ്പുറം കണി കണ്ടുണരുന്ന നന്മയാണ് ഈ അപ്പം കേട്ടോ. ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ എന്തായി ചോദിച്ചാൽ ആകെ ഒട്ടണതാ തോന്നുന്നു മക്കളെ. അത് കിട്ടണില്ല, ചട്ടി ഞാനും ഒക്കണില്ല. ഇപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാക്കായിട്ടാണാവോ ആ ചട്ടിയിൽ. നിങ്ങൾ പറഞ്ഞ പോലെ വല്ലുള്ളിയൊക്കെ മുറിച്ച് കാണ്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കും, മുട്ടയൊക്കെ പൊരിച്ച് കൊടുക്കും. എന്നിട്ടൊക്കെയാണ് മെല്ലെ മെല്ലെ. നല്ല സബൂറ് വേണം. സബൂറിനാണ് സുൽത്താൻ പട്ട എന്ന് പറഞ്ഞ പോലെ നല്ല ക്ഷമ വേണം. അതിങ്ങോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ. മറ്റേ ചുട്ട് കൂട്ടലുണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ ഇതിക്ക് വല്ലാതെ അങ്ങോട്ട് പോവായിട്ടേ. ഇത് ഇമ്മാക്ക് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. നമ്മളെ നട്സ് പൊടി കുറുക്കിക്കാണ്ട് ഉണ്ടാക്കിയതാണ്, ട്യൂബ് കൂടെ ഇറക്കി കൊടുക്കാൻ കേട്ടോ. മൂക്കിനൊക്കെ ട്യൂബ് ഇട്ടുകാണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അവസാനം കലക്കി പാർന്നപ്പം എന്തായി ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടയുടെ ആയിട്ടോ. അത് കിട്ടണില്ല ചട്ടിന്ന്. പൊന്നാര മക്കളെ, ചട്ടി ഞാനും ഒക്കണില്ല. അപ്പം ലേസം പൊടി ഇട്ടുകാണ്ട് തുള്ളി വറ്റു ഇട്ടുകാണ്ട് അങ്ങോട്ട് അടിച്ചിട്ട് അയക്കാണ്ട് പാർന്ന് തുള്ളി വെളിച്ചെണ്ണയും പാർന്ന് കൊടുത്തുകാണ്ട് ആ ചട്ടിയിലിട്ടുകാണ്ട് അങ്ങോട്ട് എടുത്തു. ഓട്ടട ചട്ടിയിലിട്ടോ. ഓട്ടട ചട്ടിയൊക്കെ പണ്ട് ആ കട്ടിൻ്റെ തൊട്ടിങ്ങോട്ട് നീക്കി വെച്ചതാ. പിന്നെ ഞാൻ എടുക്കലൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഇന്ന് ഇങ്ങോട്ട് എടുത്തുകാണ്ടേ ഓട്ടടക്കൊക്കെ നിൽക്കുന്ന നിങ്ങൾക്ക് അറിയാം. നേരം വെളുക്കുമ്പോൾ നിന്നാൽ ഏകദേശം 10-12 മണി വരെ ഓട്ടട ഇടുന്ന പണിയായിരിക്കും. പിന്നെ നിങ്ങളോടെയൊക്കെ വല്ല പോലെ 2-3 ആൾക്കാരൊന്നുമല്ല, ഞങ്ങളോടെ 8-9 ആൾക്കാരുണ്ട് കേട്ടോ. ഈ 9 ആൾക്കാരും വേണ്ടേ. പിന്നെ ഉമ്മാക്കിപ്പോൾ അതൊന്നും കഴിക്കാൻ വയ്യ. മക്കളൊക്കെ കഴിക്കും. ഇത് കണ്ടോ, സിറിഞ്ചിൻ്റെ 20 cc അതിലൂടെയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക കേട്ടോ. ട്യൂബ് ഇറക്കിയിട്ട് നമ്മൾ നട്സ് പൊടി തന്നെ, പ്രോട്ടീൻ പൗഡറൊക്കെ നമുക്ക് വാങ്ങി കൊടുക്കുമല്ലോ വയസ്സായ അമ്മമാർക്കൊക്കെ. പക്ഷേ ഞാനെന്താ കാട്ടില്ല, നമ്മളെടുത്ത് തന്നെയല്ലേ പ്രോട്ടീൻ പൊടി നമ്മൾ ഉണ്ടാക്കണല്ലേ, നമ്മളെ വിശ്വാസമല്ലേ നമ്മൾ നട്സ് പൊടി. അപ്പോൾ അതങ്ങോട്ട് ചെറുതായിട്ട് ചൂടാക്കി പാലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർന്നുകാണ്ട് കുറുക്കിക്കാണ്ട് അങ്ങോട്ട് ട്യൂബ് കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത്തിരി തേങ്ങ ചിരകിയിട്ടുണ്ട്. ഓട്ടട ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ പണ്ടത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഓട്ടട ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പതിവാണ് തേങ്ങാപ്പാൽ. അപ്പോൾ ഇത്തിരി തേങ്ങാപ്പാൽ കുട്ടികൾക്ക് പിഴിഞ്ഞുണ്ടാക്കട്ടെ എഴുതിക്കാണ്ട്. അപ്പോൾ അതിന് കാക്കു ലേസം ഇറച്ചി കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ലേസം ഇറച്ചി വെച്ചുകാണ്ട് ചോറും ഉണ്ടാക്കുക, ഇത്തിരി മോരും കാച്ച. ആ ഹോട്ടലത്തെ ഭക്ഷണം തിന്നിട്ട് പൊന്നാര മക്കളെ വയറൊക്കെ കേട് നിൽക്കണ്. ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ എന്താണെന്നോ, രാവിലെ തന്നെ പോയാൽ മതി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അതിന് ഡോക്ടർ വരും കരുതിക്കാണ്ട് അവിടെ അങ്ങനെ നിൽക്കും. പിന്നെ ഏകദേശം 10-11 മണിയാവും ഡോക്ടർ വന്ന് പോകുമ്പോഴത്തേന്. പിന്നെ ഹോട്ടലിലേക്ക് പോയുമ്പോഴത്തേന് എന്താണെന്നോ, ക്യാൻറ്റീനിൽ പോകുമ്പോഴത്തേന് പൊറാട്ട ആയിരിക്കും ഉണ്ടാകുക. പിന്നെ ആ പൊറാട്ട തിന്നിട്ടാണ് പൊന്നാര മക്കളെ പള്ളം ഇങ്ങനെ വീർത്ത് വരിക എന്നല്ലാതെ. അപ്പോൾ പിന്നെ ഞാൻ എന്താ കിട്ടിയിരുന്നു, ഇവിടെ ഡോക്ടറെയൊക്കെ കാണിച്ചിക്കാണ്ട് മരുന്നൊക്കെ കുടിച്ചുകൊണ്ട് ഏകദേശമൊക്കെ ലെവലായി വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, അവിടെ വന്നിട്ട് പിന്നെ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല. ഇനി ലേഹൊക്കെ ഉണ്ടാക്കലും തിരക്കും ഒക്കെ പാടെ. എല്ലാവരും തിങ്കളാഴ്ച പോരും കേട്ടോ. ഇത്തിരി ക്ഷമിക്കോണ്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ 4-5 ദിവസം കൊണ്ട് കിട്ടലുണ്ട്. ഇപ്പോൾ ഈ മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു പറയുന്നുണ്ട്, താത്ത മണ്ണിടിച്ചിലും വണ്ടി പോണില്ല, ഹബ്ബിൽ ഒക്കെ ബ്ലോക്കാണ് പറയുന്നുണ്ട്. കൊറിയർ തന്നെ കേട്ടോ. പിന്നെ പോസ്റ്റ് സർവീസും അങ്ങനെ തന്നെ, നല്ല മഴയൊക്കെ അല്ലേ. അപ്പോൾ ഇത്തിരി നേരം വൈകും. പിന്നെ എൻ്റെ 2 ദിവസം നേരം വൈകിക്കാണ്ടുമാണ് ഇപ്പം ഞാൻ വിട്ടത്. നിങ്ങൾക്ക് അറിയില്ല, അമ്മ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒക്കെ ഓർഡർ ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊക്കെ തിങ്കളാഴ്ച പോരും കേട്ടോ. പിന്നെ ഇതാക്കണ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കണുണ്ട്. അതിക്ക് ഇത്തിരി പഞ്ചാരയൊക്കെ ഇട്ടുകാണ്ട് ചോറും വേഗം അങ്ങോട്ട് തീമത്ത് വെച്ചു കേട്ടോ. എന്താണെന്നോ, ഇന്നിപ്പോൾ അമ്മാനെ ആസ്പത്രിയിൽ നിന്ന് കൊടുന്നുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ വിരുന്നാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് അറിയാലേ. പിന്നെ എൻ്റെ ഈ വീഡിയോ എടുക്കൽ, ലേഹം പാക്ക് ചെയ്യൽ, എണ്ണ കൊറിയർ ചെയ്തൽ, ഇതിൻ്റെ ഇടയിൽ കൂടെ ചോറ് ചാറ് കൂട്ടാൻ മക്കൾ ഒരു കഥ കുതിയായിരിക്കും പൊന്നാര മക്കളെ. പണ്ടൊക്കെ എൻ്റെ അമ്മ പറയും, ആനല്ല പെരയിലും ലേഹം പെരുകണ പെരയിലൊക്കെ ഒരു പെണ്ണുണ്ടാവും. അനക്കിത് ഒക്കപ്പാടെ അറിയും. അന്തം ബോധം ഉണ്ടായപ്പോൾ പറഞ്ഞതാട്ടോ അമ്മ. ഇപ്പം അമ്മക്ക് ഒന്നിനും വെച്ചല്ലോ. നേരാണ്, പണ്ടൊക്കെ തറവാട്ടിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ. ലേഹം പെരുകണ തറവാട്, ആനല്ല തറവാട്. ഇതിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു പണിക്കുണ്ടാവും. അമ്മക്ക് ആരുമില്ലല്ലോ, അമ്മക്ക് നമ്മളെ തന്നെ. പിന്നെ കാക്കും മക്കളൊക്കെ സഹായിച്ചു തരുന്നോണ്ടേ അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഓട്ടടയൊക്കെ സൂപ്പറായിക്കണം. ഓട്ടയൊക്കെ വന്നിക്കണം, നിങ്ങൾ കണ്ടില്ലേ. പിന്നെന്താ, ലേസം പഞ്ചാര ഇട്ട് കണ്ട് നമ്മളെ തേങ്ങാപ്പാലാണ് കേട്ടോ.
ഇത്തിരി തേങ്ങാപ്പാലും അങ്ങോട്ട് കുറുക്കിയെടുക്കട്ടെ. പാല് പറഞ്ഞ ചായ തന്നെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഇത്തിരി ചോറാണെന്ന് നല്ല രസത്തിലായിക്കാണ്ടേ എനിക്ക് വയ്യട്ടോ, ഭയങ്കര ബുദ്ധിമുട്ട്. കുറേ കാലത്തിന് ശേഷം ഒരു തലവേദന വന്നു. എന്താന്നോ ഈ ഉറക്കം ഒഴിച്ചിട്ടാണ് മക്കളെ. 2-3 ദിവസം അമ്മ ICU കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കം ഒഴിച്ച് അങ്ങോട്ടും പായണം ഇങ്ങോട്ടും പായണം. 2 തോണിയിലും കാലിടുക പറഞ്ഞ പോലെ. ഇവിടെ എല്ലാം കൂടി മാനേജ് ചെയ്യൽ കാക്കുമല്ലേ. പിന്നെ കൊറിയർ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഇതൊക്കെ എഴുതലും പിടിച്ചലും എല്ലാം. ലേഹമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ പാക്കിങ് കാര്യങ്ങൾക്കൊക്കെ ആളുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ വൃത്തിയാക്കാനും ലെവലാക്കാനും പിഴിഞ്ഞെടുക്കാനൊക്കെ 2 ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെന്താ ഇതൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ ബൗസാക്കാനാണ് ആളില്ലാത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കാക്കും ഉമ്മയും കുട്ടികളും എല്ലാം കൂടെ ഒരു കഥ കുതിയല്ലേ. ഒട്ടട സൂപ്പറായിട്ടില്ലേ, കണ്ടില്ല നിങ്ങൾ? നല്ല രസമുണ്ടെന്ന് ആരും എടുത്തുക്കണില്ലേ. അപ്പം ഇനിയിപ്പോൾ വെള്ളം ഏറിയാലും കുറച്ച് പൊടിയും ലേസം വറ്റുണ്ടെങ്കിൽ അവിടെ അടിച്ചു കണ്ട് അയക്കാണ്ട് പറന്ന് തുള്ളി വെളിച്ചെണ്ണയോ ഓയിലോ അല്ലെങ്കിൽ മുട്ടയൊക്കെ ഇട്ടുകാണ്ട് കുത്തി പിഞ്ഞുകാണ്ട് ഒന്നാണ് കലക്കിക്കൊണ്ടിട്ടോ. അപ്പോൾ ഉസാറിൽ ഓട്ടടയൊക്കെ കിട്ടും. ഓട്ടട ചട്ടിയൊക്കെ പഴയതായിട്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെന്താ മക്കൾ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം ഇപ്പോൾ 2-3 ദിവസമേ ഹോട്ടലത്തെ ഭക്ഷണമായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ കാക്കും എന്തെങ്കിലുമൊക്കെ കൊടുന്നു കൊടുക്കും. കുഞ്ഞുമണിയാളൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ടുകാണ്ട് അടച്ചു കൂട്ടിക്കാണ്ടാണ് ചുമ്മാനെ സ്കൂൾക്കും മദ്രസ്ക്കും ഒക്കെ പറഞ്ഞേക്കണത്. ഷെയ്മോളും റീതൊക്കെ സ്കൂൾക്ക് പോകണല്ലേ. ഒരു ദിവസമൊക്കെ ഷെയ്മോളും ഒഴിവാക്കിട്ടോ. പിന്നെ പോലെ പഠിച്ചണ കുട്ടികൾ നമ്മൾ വെറുതെ നമ്മളെ ആവശ്യത്തിനും വേണ്ടി ഇവിടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഓൾക്ക് ബുദ്ധിമുട്ടല്ലേ. പരീക്ഷയൊക്കെ അല്ലേ വരുന്നത്. അപ്പം ഞാൻ എന്താ കാട്ടി ഓലോട് പോകാനും പറഞ്ഞു. ബേബിയാളൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ട് താക്കോലിട്ട് പൂട്ടിക്കാണ്ടൊക്കെ ആയിരുന്നു ഇച്ചുമോളെയും ലിനുമോളെയൊക്കെ കൊണ്ടുവരാനും കൊണ്ടേക്കാനൊക്കെ പോയിരുന്നു കേട്ടോ. കാക്കും കുറേ കഷ്ടപ്പെട്ടു. പിന്നെന്താ ഇതൊക്കെ അങ്ങോട്ട് ഓരി വെച്ച് കൊടുക്കട്ടെ. ഓരിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അച്ചും കിട്ടിയില്ല പറഞ്ഞ വലിയ പരാതിയായിരുന്നു ഞങ്ങളോട്. പിന്നെ ഓരിയക്കലാണ്. ഒരു ചട്ടി വാങ്ങി വെച്ചേക്കണ് പൊന്നാര മക്കളെ. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി പണ്ടുണ്ടായിരുന്ന ഒരു ചട്ടിയിലേ അത് പോയ വൈജ് കണ്ടില്ല കേട്ടോ. നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറലും പെരമാറലൊക്കെ ആയപ്പോഴേ അത് കാണാനില്ല. പിന്നെ കാക്കു കാണാതെ ഒരു ചട്ടി വാങ്ങിയിരുന്നു കേട്ടോ. മുമ്പ് ഞാൻ അങ്ങാടിക്ക് പോയപ്പോൾ ഒരു ചട്ടി വാങ്ങി തരുമോ ചോദിച്ചപ്പോൾ കാക്കു സമ്മതിച്ചില്ല കേട്ടോ. ഉണ്ടാക്കാതെ എന്തിനാ എനിക്ക് ചട്ടി, എനിക്ക് അതിനൊന്നും ഒഴിവില്ലായിരുന്നു കണ്ടി. ഒരു ദിവസം പെരിയിൽ വന്നപ്പോൾ തന്നെ ഞാൻ വാങ്ങി വെച്ചത് കേട്ടോ. അത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ണിയപ്പം ഉണ്ടാക്കണം, ഒരു പൂതിയാണ് മക്കളെ. പണ്ടൊക്കെ ഉണ്ടാക്കിയല്ലേ. ഇനി ഞാൻ ഓട്ടടിയും ചായയും കുടിച്ചട്ടെ. കാക്കുണ്ട് ഇവിടെ. അപ്പം ലേഹം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും ബൗസാക്കിയിട്ടില്ല. പിന്നെ എന്താണെന്നോ എപ്പോഴും അതോടെ ഇങ്ങനെ നന്നാക്കി ഇടണം. കാക്കു തന്നെയാണ് അതൊക്കെ വൃത്തിയാക്കൽ കേട്ടോ. പിന്നെ ആരും കിട്ടാത്തതുകൊണ്ട്. ഒന്നാമത് ഉമ്മ അങ്ങനെ വെയ്യാതെയൊക്കെ നിൽക്കണല്ലേ. എപ്പോഴും നമുക്ക് വൃത്തിയും വെടുപ്പൊക്കെ വേണ്ടേ. അപ്പോൾ ഇതാക്കണം ഞങ്ങൾ ഓട്ടടയും ചായയൊക്കെ കുടിച്ചട്ടെ. അപ്പോൾ ലേഹത്തിന് വേണ്ടവരൊക്കെ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളി. കോള് വിളിച്ചാൽ കിട്ടൂല കേട്ടോ. കണ്ടമാനം കോള് വരുമ്പോഴേ എൻ്റെ ചെവിക്കും ഒഴിവില്ല, തലക്കും ഒഴിവില്ല, കയ്യിനും ഒഴിവില്ല, കാലിനും ഒഴിവില്ല പറഞ്ഞ പോലെയാണ്. പൊന്നാര മക്കളെ വാട്സപ്പ് ചെയ്ത് വെച്ചോണ്ടി ഒഴിവ് കൊടുക്കുന്ന മെസ്സേജ് തരും കേട്ടോ. പിന്നെ 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും കിട്ടാത്തോലുണ്ടെങ്കിൽ മെസ്സേജ് വിടുകൊണ്ടി. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ അവിടുന്ന് അഡ്രസ്സ് എഴുതിക്കാണ്ട് ഞാൻ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഷെയ്മോളാണ് എഴുതി ഉണ്ടാക്കിക്കാണ്ട് കാക്കു കൊറിയറൊക്കെ ആക്കിക്കാണ്ട് പാക്ക് ചെയ്യല്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഇല്ല ആക്കൂല. അതുകൊണ്ടൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കൊണ്ടി കേട്ടോ. അപ്പോൾ അതാക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഓട്ടടയും തേങ്ങാപ്പാലും തിന്നു. പിന്നെന്താ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മക്കളെ. പുതിയ വീഡിയോയും കാര്യങ്ങളായിട്ട് വരാം. അസ്സലാമു